Subscribe my channel and enable bell icon to get notifications. Good morning all of you. Welcome to SCS Academy. I am Sajna Shias. ഇന്ന് ഞാൻ സ്റ്റേറ്റ് സിലബസിന്റെ 11th 5th ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. ചാപ്റ്റർ നെയിം ദോഹെ. കബീർ കെ ദോഹെ. കബീർദാസ് ജിയുടെ മഹത്വമേറിയ 5 ദോഹകളാണ് നിങ്ങളുടെ 5th ചാപ്റ്റർ ആയിട്ട് പഠിക്കാനായിട്ട് തന്നേക്കുന്നത്. ദോഹയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് കവി കബീർദാസ് ജിയെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ദോഹയിലേക്ക് കിടക്കാം. ഓക്കെ. കബീർദാസ്. കബീർദാസ് ജിയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ പേരെങ്കിലും കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഹിന്ദി പഠിച്ച നമ്മൾ എന്തായാലും ഇതുവരെ പഠിച്ചു വന്ന ഇടവേളയിൽ അല്ലെങ്കിൽ ആ ഒരു വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേട്ട ഒരു പേരാണ് കബീർദാസ് ജി എന്ന് പറയുന്നത്. അത്രത്തോളം മഹത്വമുള്ള ഒരു കവിയാണ് കബീർദാസ് ജി. ഓക്കെ. ഉൻകാ ജന്മം, അദ്ദേഹത്തിൻ്റെ ജനനം 1398 കാശി में हुआ था. 1398 കാശിയിലായിരുന്നു കബീർദാസ് ജിയുടെ ജനനം. ഉൻകെ മൃത്യു, മരണം 1518 में മഗഹർ में हुआ था. 1518 മഗഹറിലായിരുന്നു അദ്ദേഹം മരണമടഞ്ഞത്. ഓക്കെ. ഉൻകെ പ്രമുഖ രചനായും, അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള രചന എന്ന് പറയുന്നത് ബീജകാണ്. ബീജക് എന്ന രചനയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. സാഖി, സബദ് ഓർ റമൈനി. ഓർത്തു വെക്കുക, ബീജകാണ് അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള രചന. ആ രചനയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. സാഖി, സബദ് ഓർ റമൈനി. ഉൻകി വിശേഷതായും ഭക്തികാൽ കെ നിർഗുണ ജ്ഞാനാശ്രയി കവി ഹെ. അതായത് ഭക്തികാലില് 2 ശാഖകൾ നമുക്ക് കാണാൻ സാധിക്കും. സഗുണ ഭക്തിശാഖയും നിർഗുണ ഭക്തിശാഖയും. അപ്പോൾ സഗുണ ഭക്തിശാഖ എന്ന് പറഞ്ഞാൽ ഈശ്വരന് രൂപവും നാമവും ഒക്കെയുള്ള തരത്തിൽ വിശ്വസിക്കുന്ന കവികൾ ഉൾപ്പെടുന്ന ശാഖയാണ് സഗുണ ഭക്തിശാഖ. നിർഗുണ ഭക്തിശാഖയിൽ പെടുന്ന കവികൾ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് ഒറ്റ ശക്തിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ആ ഒരു ശക്തിക്ക് രൂപമോ നാമമോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നിർഗുണ ജ്ഞാനാശ്രീ ശാഖയിലെ കവിയായിരുന്നു കബീർദാസ് ജി. ഭക്തികാലത്തിലെ നിർഗുണ ജ്ഞാനാശ്രീ ശാഖയിലെ കവിയായിരുന്നു കബീർദാസ് ജി. ഏകേശ്വർവാദിയാണ്, അതായത് ഏകദൈവ വിശ്വാസിയായിരുന്നു. മാനവതാക്കെ പ്രവർത്തക്, അതായത് മാനവികതയുടെ പ്രൊമോട്ടറായിരുന്നു, പ്രവർത്തകനായിരുന്നു. സന്ദേവം സമാജ് സുധാരക്, അതായത് അദ്ദേഹം ഒരു മഹാനായ സന്യാസി ശ്രേഷ്ഠനും അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു കബീർദാസ് ജി. ക്രാന്തികാരി ഭക്ത കവി, വിപ്ലവകാരിയായിട്ടുള്ള ഭക്ത കവിയായിരുന്നു അദ്ദേഹം. സച്ചായിക്കോ സബ്സെ ശ്രേഷ്ഠ ഹത്യാർ മാന്യവാലെ, അതായത് സത്യത്തിനെയായിരുന്നു അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയുധമായി കണക്കാക്കിയിരുന്നത്. ഓക്കെ. ദേൻ, അദ്ദേഹത്തിന്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ജാതിപാന്തി ऊंच नीच तथा सामाजिक रूढ़ियों का विरोध करके धार्मिक भेदभाव को दूर करने का आह्वान. അതായത് ജാതി വ്യത്യാസങ്ങളെയും ഉച്ച നീചത്വങ്ങളെയും സാമൂഹിക അനാചാരങ്ങളെയും എതിർത്തുകൊണ്ട് മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ അകറ്റി നിർത്താനാണ് കബീർദാസ് ജി തൻ്റെ ദോഹകളിലൂടെ ആഹ്വാനം ചെയ്തിരുന്നത്. അതാണ് അദ്ദേഹം നമ്മുടെ സാഹിത്യത്തിന് നൽകിയിരുന്ന ദേൻ, സംഭാവന എന്ന് പറയുന്നത്. ഓക്കെ. ഇത് കൂടാതെ കബീർദാസ് ജിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വോ എക് അൻപഡ് ഥി. അദ്ദേഹം ഒരു അൻപഡ് ഥി, അതായത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യനല്ല, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. പർ ഫിർ ഭി വോ ബഹുത് ബഡേ ജ്ഞാനി ബൻ ഗയേ ഥി. എന്നാൽ പോലും അങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും അദ്ദേഹം വലിയ മഹാനായിട്ടുള്ളൊരു അറിവുള്ള മനുഷ്യനായി മാറിയിരുന്നു, ജ്ഞാനിയായി മാറിയിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത്രയധികം ജ്ഞാനം കിട്ടിയതെന്ന് വെച്ചാൽ അദ്ദേഹം ദേശാടനങ്ങളിലൂടെയും അതുപോലെ തന്നെ സന്യാസികളുമായിട്ടുള്ള സഹവാസനത്തിലൂടെയും എല്ലാം സഹവസിച്ച് ഉള്ള ആ ഒരു തരത്തിലെല്ലാം അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മഹത്വമേറിയ, അതായത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജ്ഞാനിയായി മാറിയിട്ടുള്ള വ്യക്തിയാണ്, കവിയാണ് കബീർദാസ് ജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് താഴെ കിടക്കുന്ന ആ ഒരു പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം. ദോഹ, നമ്മളെല്ലാവരും ദോഹ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ദോഹ എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദോഹ മത്ലബ് ദോ പങ്ക്തിയോ വാലി കവിത, 2 വരികളിൽ ചുരുക്കിയിട്ടുള്ള കവിതയാണ് ദോഹ എന്ന് പറയുന്നത്. പ്രത്യേക പങ്ക്തിമേ ദോ ചരൺ ഹോത്തെ ഹെ. ഓരോ വരികളിലും 2 ഭാഗങ്ങൾ, ചരൺ ഉണ്ടാകും. ഹർ ദോഹെ അപ്നെ മേ പൂർണ്ണ ഹെ. ഓരോ ദോഹകളും പൂർണ്ണമായും സ്വയം
അർത്ഥവത്തായിരിക്കും. അതായത് ഒരു ദോഹയിലൂടെ കവി എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്ത് സന്ദേശമാണോ നൽകുന്നത്, എന്ത് ആശയമാണോ നമ്മളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം ആ 2 വരികളിൽ പൂർണ്ണമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കബീർദാസ് കവി ബന്നേക്കെ ലിയേ കവിത നഹീ ലിഖ്തേ ഥേ. കബീർദാസ് ജി കവിയാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല കവിതകൾ എഴുതിയിരുന്നത്. പിന്നെയോ തത്കാലീന അന്ധ പരമ്പരാओं से जनता को सचेत करने के लिए കബീർ ദോഹെ കാ ഗായൻ കർത്തേ ഥേ. അതായത് ആ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കബീർദാസ് ജി ദോഹകൾ എഴുതി ആലാപനം ചെയ്തിരുന്നത്. അല്ലാതെ ഒരു കവി ആകുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല അദ്ദേഹം ദോഹകൾ എഴുതിയിരുന്നത് അല്ലെങ്കിൽ കവിതകൾ എഴുതിയിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. मन में मानवता को बनाए रखने की प्रेरणा देने वाले കബീർ കെ ദോഹെ. മനസ്സിൽ മാനുഷിക മൂല്യങ്ങൾ നിലനിർത്താനുള്ള പ്രേരണ നൽകുന്ന തരത്തിലുള്ള കബീർദാസിന്റെ ദോഹകൾ. അത്തരത്തിലുള്ള ദോഹകളാണ് നിങ്ങൾക്കും ഇവിടെ പഠിക്കാനായി തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കബീർദാസ് ജി എന്ന് പറയുന്നത് വളരെയധികം മഹത്വമേറിയ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അത്രത്തോളം ഉയരെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദോഹകൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലൊരു ദോഹയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. സോ അതുകൊണ്ട് തന്നെ കബീർദാസ് ജിയെക്കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം വ്യാഖ്യ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ കബീർദാസ് ജിയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ദോഹയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ദോഹ. ഇതിൽ നിങ്ങൾക്ക് 5 ദോഹകൾ അടങ്ങിയതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കബീർദാസ് ജിയുടെ 5 ദോഹകൾ. ഓരോ ദോഹയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത് വളരെ മൂല്യമേറിയ ആശയങ്ങൾ അല്ലെങ്കിൽ വളരെ മൂല്യമേറിയ സന്ദേശങ്ങളാണ്. ഓക്കെ, ഓരോ ദോഹകളും പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ആ ദോഹയിലെ ഉള്ളടക്കം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ദോഹയിലേക്ക് കിടക്കാം. बुरा जो देखन में चला बुरा न मिलिया कोई जो दिल खोजो अपना मुझसा बुरा न कोई. बुरा जो देखन में चला बुरा न मिलिया कोई जो दिल खोजो अपना मुझसा बुरा न कोई. ആദ്യം വേർഡ് മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ബുറ മത്ലബ് ബുറായി, ദോഷങ്ങൾ, പോരായ്മകൾ, അതിനെയാണ് ബുറ എന്ന് പറയുന്നത്. ഓക്കെ, മിലിയ മത്ലബ് മില, ലഭിക്കുക, കിട്ടുക. ദിൽ മത്ലബ് ഹൃദയം. ഖോജോ മത്ലബ് ഢൂണ്ട്ന, അന്വേഷിക്കുക. മുജ്സ മത്ലബ് മേരെ ജൈസ, എന്നെ പോലെ. ആപ്ന മത്ലബ് അപ്ന, സ്വയം. ഓക്കെ, ബുറ ജോ ദേഖൻ മേ ചല, ബുറ പോരായ്മകൾ അല്ലെങ്കിൽ കുറവുകൾ, ദോഷങ്ങൾ. ജോ ദേഖൻ മേ ചല, ആ കുറവുകളെ അല്ലെങ്കിൽ ആ പോരായ്മകളെ അന്വേഷിച്ച് ഞാൻ സഞ്ചരിച്ചു. ചല, യാത്ര തിരിച്ചു. ഞാൻ മറ്റുള്ളവരുടെ കുറവുകളെയും ദോഷങ്ങളെയും പോരായ്മകളെയും തേടി അലഞ്ഞു. ബുറ ന മിലിയ കോയി, പക്ഷേ അവരിലൊന്നും എനിക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളോ കുറവുകളോ കണ്ടെത്താൻ സാധിച്ചില്ല. ജോ ദിൽ ഖോജു അപ്ന, പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് തിരഞ്ഞപ്പോൾ, ഞാൻ സ്വയം എന്നെ വിലയിരുത്തിയപ്പോൾ, മുജേ പതാ ചല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? മുജ്സാ ബുറാന കോയി, എന്നോളം കുറവ് മറ്റാർക്കുമില്ല, എന്നോളം പോരായ്മകളുള്ള മറ്റാരുമില്ല എന്ന ആ ഒരു സത്യം ഞാൻ എന്നെ സ്വയം വിലയിരുത്തിയതിലൂടെ മനസ്സിലാക്കി എന്നാണ് കബീർദാസ് ജി ഈ ദോഹയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നത്തെ സമൂഹത്തിലെ മനുഷ്യരുടെ ഒരു വളരെ വളരെ ഒരു വലിയ പോരായ്മയാണ് എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വഭാവത്തിലെ ഒരു വലിയൊരു കുറവാണ്, ഒരു മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിക്കുക, മറ്റുള്ളവരുടെ ദോഷങ്ങളെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അവരെന്താണ് സത്യത്തിൽ ചെയ്യുന്നത്? സ്വന്തമായി ഒരുപാട് കുറവുകളും പോരായ്മകളും ദോഷങ്ങളുമുള്ള മനുഷ്യനായിരിക്കാം. സ്വന്തം കുറവുകളെയും പോരായ്മകളെയും ദോഷങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മകളെയും ദോഷങ്ങളെയും ഉയർത്തിക്കാട്ടി താൻ മഹാനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുക. അത് മനുഷ്യൻ്റെ ഒരു വലിയ ഒരു മോശ സ്വഭാവമാണല്ലേ. ആ ഒരു സ്വഭാവത്തിനെയാണ് ഈ ഒരു ദോഹയിലൂടെ കബീർദാസ് ജി വരച്ചു കാട്ടിയിരിക്കുന്നത്.
അദ്ദേഹം പറയുന്നത്, ഞാൻ മറ്റുള്ളവരുടെ കുറവ്, മറ്റു മനുഷ്യരിൽ ഞാൻ കുറവുകൾ അന്വേഷിച്ചലഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ കുറവുകളുള്ള മനുഷ്യരെ കണ്ടെത്താനായില്ല. പക്ഷെ എപ്പോഴാണോ ഞാൻ എൻ്റെ ഹൃദയത്തെ സ്വയം തിരഞ്ഞത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വയം തിരഞ്ഞത്, അന്വേഷിച്ചത്, ഞാൻ എന്നെ സ്വയം വിലയിരുത്തിയത്, അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, മുജ്സാ ബുറാന കോയി, എന്നോളം കുറവുകളുള്ള മറ്റാരുമില്ല എന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് ഇവിടെ കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. कबीरदास कहते हैं कि जब मैं दूसरों व्यक्तियों में बुराई ढूंढने निकला तो कोई भी बुरा व्यक्ति नहीं मिला. ഞാൻ എപ്പോഴാണോ മറ്റു വ്യക്തികളിൽ തെറ്റുകൾ, കുറവുകൾ, പോരായ്മകൾ അന്വേഷിച്ച് യാത്ര തിരിച്ചത്, പക്ഷേ അപ്പോൾ ഒന്നും ആ യാത്രയിൽ എനിക്ക് കുറവുകളുള്ള മനുഷ്യരെ കണ്ടെത്താനായില്ല. ജബുമേ അപ്നെ ദിൽ മേ ഖോജ, എപ്പോഴാണോ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തി നോക്കിയത്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ തിരഞ്ഞത്, അതായത് ആത്മനിരീക്ഷൺ, സ്വയം വിലയിരുത്തുക, ഞാൻ സ്വയം വിലയിരുത്തിയത്, തബ് മുജെ പതാ ചല, അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു. എന്താണ് അറിയാൻ സാധിച്ചത്? മുജ്സെ ജ്യാദാ ബുറ ഓർ കോയി നഹീ ഹൈ, എന്നെക്കാളും കുറവുകളുള്ളവരായിട്ട് മറ്റാരുമില്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ ദോഹയിലൂടെ കബീർദാസ് ജി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ കബീർദാസ് ജി നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? ഹം ക്യാ കർനാ ചാഹിയെ, ഹം ദൂസറോं की बुराइयों ढूंढकर हमारे समय को व्यर्थ नहीं करना चाहिए. നമ്മുടെ സമയം പാഴാക്കരുത് മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിച്ച്. പകരം എന്താണ് ചെയ്യേണ്ടത്? ഹം അപ്നെ ബുറായിയോं को ढूंढ निकाल कर उसे क्या करना चाहिए, अच्छाइयों में बदल देना चाहिए. നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നന്മയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. വഹി एक अच्छे मनुष्य का, अच्छे ഹൃദയ का सबसे बड़ा महत्व है. അതാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ, സത്യസന്ധമായ ഒരു മനസ്സിൻ്റെ, ഒരു ഹൃദയത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മഹത്വം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ദോഹയിലേക്ക് കടക്കാം. ലഘുദാസെ പ്രഭുദാമിലെ പ്രഭുദാസെ പ്രഭുദൂരി, ചീത്തിയിലെ ശക്കർ ചലി हाथी के सिर धूरी. लखुदा से प्रभुदा मिले, प्रभुदा से प्रभु दूरी, चीतीले शक्कर चली हाथी के सिर दूरी. लखुदा मतलब सादगी, लालित्यम. प्रभुदा मतलब विनम्रता, विनयशीलം. ഇവിടെ രണ്ട് ചരണിൽ, ആദ്യത്തെ പങ്ക്തിയിലെ രണ്ട് ചരണിലും പ്രഭുത എന്ന സെയിം വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ രണ്ട് ചരണിലും ഒരേ അർത്ഥമല്ല ആ വാക്കുകൾക്കുള്ളത്. ആദ്യത്തെ ചരണിൽ പ്രഭുത എന്നാൽ അർത്ഥമാക്കുന്നത് വിനമ്രത, വിനയശീലതയാണെങ്കിൽ രണ്ടാമത്തെ ചരണിൽ പ്രഭുത എന്ന വാക്കിനർത്ഥം അഹങ്കാരം എന്നാണ്. ഓക്കെ, പ്രഭു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ദൂരി മത്ലബ് ദൂർ, ദൂരെ, ശക്കർ മത്ലബ് ചീനി, പഞ്ചസാര, ദൂരി മത്ലബ് ധൂലി, പൊടി. ഓക്കെ, ഹാത്തി അറിയാലോ, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ചീത്തി മത്ലബ് ഉറുമ്പ്. ഇത്രയാണ് ഇതിൻ്റെ വേർഡ് മീനിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. ലഘുദാസെ പ്രഭുദാമിലെ, ലഘുദാസെ ലാളിത്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ലാളിത്യ സ്വഭാവത്തിലൂടെയാണ് നമ്മൾക്ക് എന്തായി മാറാൻ സാധിക്കുന്നത്? വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കുന്നത്. ലാളിത്യത്തിലൂടെയാണ് നമ്മൾക്ക് വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കുന്നത്. പ്രഭുദാസെ പ്രഭുദൂരി, പക്ഷേ അഹങ്കാരമുള്ള മനസ്സുകളിൽ നിന്ന് ആരകന്നു പോകുന്നു? ആരുടെ സാന്നിധ്യം അകന്നു പോകുന്നു? ഈശ്വര സാന്നിധ്യം അകന്നു പോകുന്നു. അഹങ്കാരമുള്ള മനസ്സുകളിൽ, അല്ലെങ്കിൽ അഹങ്കാരം നിലകൊള്ളുന്ന മനസ്സുകളിൽ നിന്ന് ഈശ്വര സാന്നിധ്യം അകന്നു പോകുന്നു. അതിന് ഇവിടെ ഉദാഹരണമാക്കുന്നത് ഒരു ഉറുമ്പിൻ്റെയും ആനയുടെയും ഉദാഹരണത്തിലൂടെയാണ് കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. ചീത്തിയിലെ ശക്കർ ചലി, ഉറുമ്പ് എന്താണ് വഹിച്ചു കൊണ്ടുപോകുന്നത്? പഞ്ചസാര വഹിച്ചു കൊണ്ടുപോകുകയാണല്ലേ. വളരെ ചെറിയ ആകാരമുള്ള, വളരെ ചെറിയ വലിപ്പമുള്ള ഉറുമ്പ് അതിനെ വലിപ്പത്തിന് അത്രത്തോളം വെയിറ്റുള്ള ആ ഒരു പഞ്ചസാരയെ ചുമന്നു കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കുന്നു? ഉറുമ്പിന് സാധിക്കുന്നു. ഹാത്തി കെ സിർ ദൂരി, പക്ഷേ ആനയുടെ നെറ്റിയിൽ എന്ത് മാത്രം ബാക്കിയാകുന്നു? പൊടി മാത്രം ബാക്കിയാകുന്നു. ഇനി ഇതിൻ്റെ ആശയം ഞാൻ പറഞ്ഞു തരാം. ലഘുദാസെ പ്രഭുദാമിലെ, ലാളിത്യത്തിലൂടെയാണ് വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കുക.
അങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെയാണ് ആരെപ്പോഴും ഉണ്ടാകുക? ഈശ്വര സാന്നിധ്യവും ഉണ്ടാകുക. എപ്പോഴാണോ ഒരു മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം ഉളവെടുക്കുന്നത്, ആ സമയത്ത് അവന്റെ മനസ്സിൽ നിന്നും ഈശ്വര സാന്നിധ്യവും അകന്നു പോകുന്നു എന്നാണ് കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവിടെ ചീട്ടി, അതായത് ഉറുമ്പിനെ വിനയശീലത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹാത്തിയെ അഹങ്കാരത്തിന്റെ പ്രതീകമായും ചിത്രീകരിച്ചിരിക്കുന്നു. ഓക്കെ, വിനയശീലമുള്ള അവനാണ് ആര്? ഉറുമ്പെന്ന് പറയുന്നത് അല്ലേ. ഉറുമ്പ് അത്രത്തോളം കഷ്ടപ്പെട്ട് എന്ത് ചുമന്ന് കൊണ്ടുപോകുകയാണ്? പഞ്ചസാര ചുമന്ന് കൊണ്ടുപോവുകയാണ് തൻ്റെ അന്നത്തിനു വേണ്ടിയിട്ട്. അവിടെ അഹങ്കാരമല്ല, ആ വിനയശീലമായി ലാളിത്യത്തിലൂടെ അന്നന്നത്തേക്കുള്ള ആഹാരത്തിനായി കഷ്ടപ്പെട്ട് പോകുന്ന ചീട്ടി. ആകാരത്തിൽ, ഷേപ്പിൽ വളരെ ചെറിയ ഒരു ജീവി അല്ലേ ഉറുമ്പ്. പക്ഷേ ഹാത്തി കെ സിർ ദൂരി, ഹാത്തി ആന എന്ന് പറയുന്നത് ആകാരത്തിൽ വളരെ വലിയവനാണല്ലേ. അവൻ്റെ ആ ഒരു വലിപ്പത്തിൽ അവൻ്റെ മനസ്സിൽ എന്തുമുണ്ട്? ഒരു അഹംഭാവവുമുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ നെറ്റിയിൽ അവസാനം പൊടി മാത്രം ശേഷിക്കുന്നത്, അവനൊന്നും സ്വായത്തമാക്കാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. അതായത് इस दोहे के द्वारा कबीरदास जी कहते हैं कि सादगी से विनम्रता मिलती है. സാധകി സെ വിനമ്രത മിൽത്തി ഹെ, ലാളിത്യത്തിൽ നിന്നാണ് വിനയശീലത സ്വായത്തമാക്കാൻ സാധിക്കുന്നത്. വിനമ്രതാസെ അഹങ്കാർ നഷ്ട ഹോത്തെ ഹെ, ആ ഒരു വിനയശീലത്തിൽ അഹങ്കാരഭാവം നഷ്ടമാകുന്നു. അതായത് വിനയശീലമുള്ളവന്റെ മനസ്സിൽ അഹങ്കാരത്തിന് സ്ഥാനമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹം ജിതനെ सरल और ललित जीवन बिताते हैं ഈശ്വർ ഉത്തനെ അധിക് ഹമാരെ പാസ് ഹോത്തെ ഹെ. എത്രത്തോളം വിരളവും മീൻസ് സരളമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ എന്നും ആരുടെ സാന്നിധ്യം ഉണ്ടാകും? ഈശ്വര സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ അവന്റെ മനസ്സിൽ അഹങ്കാരം ഉളവാകുന്നത്, അപ്പോൾ അവന്റെ മനസ്സിൽ നിന്നും ഈശ്വര സാന്നിധ്യവും അകന്നു പോകുന്നു. इसके समर्थन के लिए, ഇതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് കബീർദാസ് ജിനെ ചീട്ടി और हाथी के उदाहरण का सहारा लिया है. ഉറുമ്പിന്റെയും ആനയുടെയും ഉദാഹരണത്തിനെയാണ് അദ്ദേഹം ഇവിടെ ആശ്രയിച്ചിരിക്കുന്നത് ഇതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. आगार में सबसे छोटा होकर भी चीटी अपने सिर पर शक्कर लेकर चलता है. വലിപ്പത്തിൽ വളരെ ചെറുതായിരുന്നിട്ടും ഉറുമ്പ് എന്ത് ചെയ്യുന്നു? തൻ്റെ ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പഞ്ചസാരയെ വളരെ കഷ്ടപ്പെട്ട് ചുമന്ന് കൊണ്ടുപോകുന്നു. ആകാർ മേ സബ്സെ ഛോട്ടാ ഹെ, ഉന്മേം അഹങ്കാർ നഹി ഹെ അല്ലെ. വലിപ്പത്തിൽ വളരെ ചെറിയവനാണെങ്കിലും തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പഞ്ചസാര ചുമന്നു കൊണ്ടുപോകുന്ന ഉറുമ്പിൽ എന്ത് ഭാവമില്ല? അഹങ്കാര ഭാവം ഇല്ല. വഹ് വിനമ്രതാ കാ പ്രതീക് ഹെ, അവൻ വിനയശീലത്തിന്റെ പ്രതീകമാണ് ചീട്ടി, ഉറുമ്പെന്ന് പറയുന്നത് എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ലേക്കിൻ പക്ഷേ ഹാത്തി ആകാർമേ ബഡാ ഹെ അല്ലെ, വലിപ്പത്തിൽ വലിയവനാണ്. ആകാർ വലിപ്പത്തിൽ നോക്കുകയാണെങ്കിൽ അവന്റെ ഷേപ്പ് വലിയവനാണ്. പക്ഷേ സിർ പർ സിർഫ് ധൂളി ബച്ചി ഹെ, പക്ഷെ അവന്റെ നെറ്റിയിൽ എപ്പോഴും ആ ഒരു പൊടി മാത്രമാണ് ബാക്കിയാകുന്നത്. ബഡേ ഹോനെ കാ ഗർവ് ഉന്മേ സ്യാദാ ഹെ, ക്യൂങ്കി എന്തെന്നാൽ അവനിൽ വലുതാണ് എന്നുള്ള ആ ഒരു ഗർവ്, പ്രൗഡ് ഭാവം, ആ ഒരു അഹങ്കാര ഭാവം അവന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവന്റെ നെറ്റിയിൽ ആ പൊടി മാത്രം ബാക്കിയാകുന്നത് എന്നാണ് കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ദോഹയിലൂടെ കബീർദാസ് ജി നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഉन्होंने कह रहे हैं कि विनम्रता में मनुष्य का महत्व 2 गुना बढ़ता है. വിനയശീലമുള്ള ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് 2 ഇരട്ടി വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ദോഹയിലൂടെ അദ്ദേഹം ലാളിത്യമാർന്ന, വിനയശീലമാർന്ന ഒരു ജീവിതം നയിക്കാനുള്ള ഒരു പ്രേരണയാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ദോഹ. നമുക്ക് മൂന്നാമത്തെ ദോഹയിലേക്ക് കിടക്കാം. दुख में सुमिरन सब करे, सुख में करे न कोई. जो सुख में सुमिरन करे तो दुख काहे होई. दुख में सुमिरन सब करे, सुख में करे न कोई. जो सुख में सुमिरन करे तो दुख काहे होई. അർത്ഥം നോക്കാം. സുമിരൻ മത്ലബ് സ്മരൺ, സ്മരിക്കുക, അനുസ്മരിക്കുക, ഓർക്കുക. കരേ മത്ലബ് കർത്താ ഹെ, ചെയ്യുന്നു. കോയി മത്ലബ് കോയി, ആരും. കാഹെ ക്യോം, എന്തിന്. ഹോയി ഹോത്താ ഹെ, സംഭവിക്കുക. ഇനി അർത്ഥത്തിലേക്ക് കിടക്കാം. ദുഃഖ് മേ സുമിരൻ സബ് കരേ, ദുഃഖ് മേ സുമിരൻ ക്യാ കർത്തേ ഹെ, दुख में क्या करते हैं सब, स्मरण करते हैं. किसका स्मरण करते हैं दुख में?
ഈശ്വർ കാ സ്മരൺ കർത്തെ ഹെ ഹെ നാ. നമ്മൾ എപ്പോഴും നമ്മൾക്കൊരു ദുഃഖം വരുമ്പോൾ ആരെയാണ് നമ്മൾ സ്മരിക്കുന്നത്? സബ് കരെ, എല്ലാവരും സ്മരിക്കുന്നു. ആരെയാണ് സ്മരിക്കുന്നത്? ഈശ്വരനെ സ്മരിക്കുന്നു. നമുക്ക് നമ്മളിലേക്ക് ദുഃഖം വരുമ്പോൾ, മാനസിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ആരെ സ്മരിക്കുന്നു? ഈശ്വരനെ സ്മരിക്കുന്നു. പക്ഷേ സുഖമേ കരേന കോയി, പക്ഷേ സുഖത്തിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. സുഖത്തിൽ മതിമറന്ന് മനുഷ്യൻ ഈശ്വരനെ സ്മരിക്കാൻ മറന്നുപോകുന്നു. അവൻ സുഖത്തിൽ ഈശ്വരനെ സ്മരിക്കുന്നില്ല. ദുഃഖത്തിൽ മാത്രം തൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് അവൻ ആരെ സ്മരിക്കുന്നത്? ഈശ്വരനെ സ്മരിക്കുന്നത്. പക്ഷേ തൻ്റെ ജീവിതത്തിലേക്ക് സുഖങ്ങൾ കടന്നു വരുമ്പോൾ അറിയാതെ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ സ്വയം മറന്നുപോകുന്നു. ഈശ്വരനെ സ്മരിക്കാൻ മറന്നുപോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മനുഷ്യരോട് കബീർദാസ് പറയുകയാണ്, ജോ സുഖമേ സുമിരൻ കരേ, ഏതൊരു മനുഷ്യനാണോ സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുന്നത്, തോ ദുഃഖ് കാഹേ ഹോയ്, അങ്ങനെയുള്ള മനുഷ്യന് എങ്ങനെയാണ് ദുഃഖം സംഭവിക്കുക? അവനിലേക്ക് എങ്ങനെയാണ് ദുഃഖം വന്നെത്തുക എന്നാണ് ചോദിക്കുന്നത്. അതായത് കബീർദാസി പറയുന്നത്, സുഖമേ ദുഃഖമേ ഈശ്വർ കാ സ്മരൺ ഹം സബ് കർത്തെ ഹെ അല്ലേ. ദുഃഖത്തിൽ നമ്മളെല്ലാവരും ഈശ്വരെ സ്മരിക്കുന്നു. പക്ഷേ സുഖമേ ഹം ഈശ്വർ കോ ഭൂൽ ജാത്തെ ഹെ, പക്ഷേ സുഖത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ മതിമറന്ന്, സന്തോഷത്തിൽ മതിമറന്ന് നമ്മൾ ഈശ്വരൻ്റെ കാര്യം മറന്നുപോകുന്നു. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് ഈക്വലായിട്ട് മുന്നോട്ട് പോകുന്ന ഭാവങ്ങളാണല്ലേ. അപ്പോൾ സുഖവും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും. എന്നാൽ ആ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഈശ്വരനെ ഒരുപോലെ സ്മരിക്കുകയാണെങ്കിൽ, ഒരുപോലെ ഈശ്വരനെ ഓർക്കുകയാണെങ്കിൽ, ഈശ്വരനിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, സുഖം തന്നതിൽ സുഖം തന്നതിൽ ഈശ്വരനോട് താങ്ക്സ് പറയുന്നതോടൊപ്പം തന്നെ ദുഃഖം തരുന്നതിൽ നിന്ന് ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രണ്ടവസരത്തിലും ഈശ്വരനെ ഒരുപോലെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഓർക്കുന്ന ഒരു മനുഷ്യനിൽ എന്ത് വരില്ല എന്നാണ് പറയുന്നത്? ദുഃഖം കടന്നു വരില്ല എന്നാണ് കബീർദാസ് ജി ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ओके, कबीरदास जी कहते हैं कि दुख के समय सभी भगवान को याद करते हैं, पर सुख में याद नहीं करते हैं. यदि सुख में भी भगवान का याद किया जाए तो दुख हो ही क्यों? दुख कभी आएगा ही नहीं. ऐसे कह रही है इस दोहे के द्वारा കബീർദാസ് ജിനെ. കബീർദാസ് ജി പറയുന്നു, ദുഃഖത്തിൻ്റെ സമയത്തിൽ ഭഗവാനെ സ്മരിക്കുന്നത് പോലെ തന്നെ സുഖത്തിൻ്റെ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ സ്മരിക്കുക. സുഖത്തിൻ്റെ സമയത്തിൽ ഭഗവാനെ മറന്നു പോകാതെ, സുഖങ്ങളിൽ മറന്നു പോകാതെ, സുഖങ്ങളിൽ മതിമറന്ന് ഈശ്വരനെ ഓർക്കാൻ മറന്നു പോകാതെ, സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ ഒരുപോലെ സ്മരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഈശ്വരൻ എന്ത് നൽകില്ല എന്നാണ് പറയുന്നത്? ദുഃഖം നൽകില്ല എന്നാണ് ഇവിടെ കബീർദാസ് ജി നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിലൂടെ നമ്മൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം എന്താണ്? प्रेरणा എന്താണ് അദ്ദേഹം തരുന്നത്? वो बता रही है कि कबीरदास जी कहते हैं कि जीवन में दुख एवं सुख के अवसर पर ईश्वर हमारे साथ होना चाहिए. സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരൻ നമ്മുടെ ഒപ്പം ഉണ്ടാകേണ്ടതായിട്ടുണ്ടല്ലേ. ഇസിലിയെ ഉസ്കെ ലിയെ, അതിനു വേണ്ടിയിട്ട് ഹം ക്യാ കർനാ ചാഹിയെ? സുഖ ഓർ ദുഃഖ് ദോനോ മേ ഈശ്വർ കോ ഏക് സാത്ത് സ്മരൺ കർനാ ചാഹിയെ. സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ ഒരുപോലെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കബീർദാസ് ജി ദോഹയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദോഹ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. कामी क्रोधी लालची इतने भक्त न होई, भक्ति करे कोई सुरमा जाति बरन कुल खोई. कामी क्रोधी लालची इनते भक्ति न होई, भक्ति करे कोई सुरमा जाति बरन कुल खोई. लालची എന്ന് പറഞ്ഞാൽ ലോഭി എന്താ പറയുക? അത്യാഗ്രഹം. ഓക്കെ, ഹോയി മത്ലബ് ഹോത്താ ഹെ, സംഭവിക്കുക. ഇൻതേ മത്ലബ് ഇൻസെ, ഇതിൽ. സുരമ മത്ലബ് ശൂർ, ധീരൻ. വരൻ മത്ലബ് വർണ്ണ, നിറം. ഖോയ് മത്ലബ് ഖോക്കർ, നഷ്ടപ്പെടുത്തുക, ഉപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, കാമി ക്രോധി ലാൽച്ചി, കാമം, ക്രോധം, അത്യാഗ്രഹം, ഇതെല്ലാം ഇതിൻ്റെ ഭക്തി നഹോയി, ഇതിലെല്ലാം, അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കാമഭാവവും ക്രോധഭാവവും ദേഷ്യഭാവവും അത്യാഗ്രഹവും ഉള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് നിലകൊള്ളുകയില്ല? ഭക്തി നിലകൊള്ളുകയില്ല.
ഭക്തി കരേ കുയ് സുരമ ജാതി ഭരണ കുലു ഖോയി. ഏതൊരു മനുഷ്യനാണോ ജാതിയും വർണ്ണവും കുലവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭക്തനായി മാറാൻ ശ്രമിക്കുന്നത്, ഈശ്വരനിലേക്ക് അലിയാൻ ശ്രമിക്കുന്നത്, ആ ധീരനിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഭക്തനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. അതായത് काम सुख क्रोध या लालच के आदमी से किस तरह की भक्ति की उम्मीद कर सकते हैं? കാമഭാവവും ക്രോധഭാവവും അത്യാഗ്രഹവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഏത് തരത്തിലുള്ള ഭക്തിയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? വഹ ബഹാദുർ വ്യക്തി जो अपने परिवार और जाति या वर्ण कुल ये सबको पीछे छोड़ते हुए ईश्वर का स्मरण करते हुए जीवन आगे बिताते हैं तो वो സച്ചേ ഭക്ത് ഹോ സക്താ ഹെ. ഏതൊരു മനുഷ്യനാണോ സ്വന്തം പരിവാർ കുടുംബത്തെയും അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ വർണ്ണം കുലം ഇതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പീച്ചേ ചോർത്തേ ഹുയെ പിറകിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് സത്യസന്ധനായിട്ട് ഈശ്വരനെ സ്മരിക്കുക, അവനാണ് ഒരു യഥാർത്ഥ ഭക്തനാകുക എന്നാണ് കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കബീർദാസ് ജി ഈ ഒരു ദോഹയിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കാമം, ക്രോധം, അത്യാഗ്രഹം, അഹങ്കാരം എന്നീ ദുർഗുണങ്ങൾ മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചാൽ അവിടെ ഭക്തി ഒരിക്കലും നിലകൊള്ളുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാതി വർണ്ണം കുല ചിന്തകളെല്ലാം ഇല്ലാതെ ഒരു മനുഷ്യൻ, ഒരു ധീരനായ മനുഷ്യൻ്റെ മനസ്സിൽ മാത്രമേ ഭക്തി നിലകൊള്ളുകയുള്ളൂ. യഥാർത്ഥ ഭക്തന്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? പവിത്രമായിരിക്കും. ഇത്തരത്തിലുള്ള ഈ ദുർഗുണങ്ങളൊന്നും അവൻ്റെ മനസ്സിനെ അലട്ടുകയില്ല. ജാതി മത ചിന്തകളെല്ലാം, അങ്ങനെയുള്ള ചിന്തകളെല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാകും ഒരു യഥാർത്ഥ ഭക്തന്റെ മനസ്സിൽ നിന്നും. അതിനാൽ ഈ ദുർഗുണങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള സന്ദേശമാണ് കബീർദാസ് ജി ഈ ഒരു ദോഹയിലൂടെ നമുക്ക് നൽകുന്നതെന്ന് പറയുന്നത്. ओके भक्ति में ജാതി പാതി യാ വർണ്ണ കാ കോയി സ്ഥാൻ നഹി ഹെ. ഭക്തിയിൽ ജാതിക്കോ അല്ലെങ്കിൽ വർണ്ണത്തിനോ നിറത്തിനോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. ഈശ്വർ കെ സാമനെ സബ് ഏക് സമാൻ ഹെ. ഈശ്വരൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒരേപോലെയാണ്. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണല്ലേ. ഈശ്വരൻ ഒന്നാണ്. ആ ഒരു ഈശ്വരൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും എങ്ങനെയാണ്? ഒരേപോലെയാണ്. അവിടെ ജാതിയോ കുലമോ വർണ്ണമോ നിറമോ ഒന്നുമില്ല എന്നാണ് കബീർദാസ് ജി ഈ ഒരു ദോഹയിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദോഹയിലേക്ക് കടക്കാം. സായി ഇത്നാ ദീജിയേ ജാമേ കുടുംബ സമായി मैं भी भूखा न रहूं साधु न भूखा जाए. साई इतना दीजिए जामे कुटुंब समाई मैं भी भूखा न रहूं साधु न भूखा जाए. साई मतलब ईश्वरन, जामे मतलब जिसमें അതിൽ, കുടുംബ മത്ലബ് പരിവാർ കുടുംബം, സമായി മത്ലബ് സംഭാൽ സക്കെ, അതായത് എന്താ പറയുക അതിൽ സംഭാലന, എന്താ പറയുക അതിനെ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ സാധിക്കുക, എൻ്റെ കുടുംബത്തിനെ എനിക്ക് സംരക്ഷിച്ചു പോകാൻ സാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുക, അതിനെയാണ് സംഭാലന, നിലനിർത്തി കൊണ്ടുപോകുക. സാധു മത്ലബ് സന്ത് സന്യാസി. ഇവിടെ സാധു എന്നുള്ളതിന് സന്ത് സന്യാസി എന്നുള്ളതിനൊപ്പം തന്നെ ഇവിടെ ഇന്നറായിട്ടൊരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിഥികളെയും ഉദ്ദേശിക്കുന്നുണ്ട്. സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ്, അതിഥിയെയും നമ്മൾക്കിവിടെ ഉദ്ദേശിക്കാം. ഓക്കെ, ഇവിടെ കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് സായി ഇത്നാ ദീജിയേ, സായി ഈശ്വർ ഹമേ ബസ് ആപ് ഇത്നാ ഹി ദീജിയേ, ഇത്രയും മാത്രം താങ്കൾ എനിക്ക് തന്നാൽ മതിയാകും. ഈശ്വര, എനിക്ക് താങ്കൾ ഇത്രയും മാത്രം തന്നാൽ മതിയാകും. എത്രയാണ് എനിക്ക് താങ്കൾ തരേണ്ടത്? ജിസ്മേ കുടുംബ സമായേ, ജിസ്മേ ജാമേ, ജിസ്മേ അതിൽ, കുടുംബ സമായേ അതിൽ എൻ്റെ കുടുംബത്തിനെ സംഭാൽ സക്കെ, मैं अपने परिवार को उस चीज़ों से, उस धन से, उस धान्य से मैं उस अपने परिवार को संभाल सके. बस उतना ही मुझे दीजिए. എനിക്ക് താങ്കൾ ഇത്രയും മാത്രം തന്നാൽ മതി. അത്ര കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിനെ നിലനിർത്തി കൊണ്ടുപോകണം. അത്രയ്ക്കുള്ളത് മാത്രം താങ്കൾ എനിക്ക് തന്നാൽ മതി ഈശ്വര എന്നാണ് കബീർദാസ് ജി പറയുന്നത്. മേ ബി പൂക്കാനരഹും, അതുകൊണ്ട് ഞാനും പട്ടിണിയിലാകാൻ പാടില്ല, ഞാനും വിശന്നിരിക്കാൻ പാടില്ല. സാധുന ഭൂക്കാജായി, അതുപോലെ തന്നെ സന്യാസിയും വിശന്നിരിക്കാൻ പാടില്ല. സന്യാസികൾ എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി ഭിക്ഷ യാചിക്കുന്ന സന്യാസികൾ എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ അതിഥികളാണല്ലേ. അപ്പോൾ അവരും എന്ത് ചെയ്യാൻ പാടില്ല? അവരും
ഭൂക്ക ന ജായേ, അവരും വിശന്നിരിക്കാൻ പാടില്ല, ഞാനും വിശന്നിരിക്കാൻ പാടില്ല, എൻ്റെ കുടുംബത്തിനെ എനിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കണം. അത്രമാത്രം ധാന്യങ്ങൾ അല്ലെങ്കിൽ ധനം എനിക്ക് ഈശ്വര നീ തന്നാൽ മതിയാകും എന്നാണ് കബീർദാസ് ജി ഈ ഒരു ദോഹയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന് ധാന്യങ്ങളോടോ ധനത്തിലോടോ സമ്പത്തിനോടോ ഉള്ള അമിതമായ ആഗ്രഹം പാടില്ല എന്ന സന്ദേശമാണ് ഈ ഒരു ദോഹയിലൂടെ കബീർദാസ് ജി നമുക്ക് നൽകുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും, അതായത് അതിഥികൾ, അതായത് സന്യാസികൾ വരുമ്പോൾ അവരെ സൽക്കരിക്കുവാനും ആവശ്യമായിട്ടുള്ള, അതോടൊപ്പം ഞാനും എൻ്റെ വിശപ്പും അടങ്ങുവാൻ അത്ര ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളോ ധനമോ മാത്രം താങ്കൾ എനിക്ക് തന്നാൽ മതിയാകും എന്നാണ് കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. അമിതമായ ധനവും ധാന്യവും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കബീർദാസ് ജി പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ധനത്തിനോടും സമ്പത്തിനോടുമുള്ള നമ്മുടെ ആർത്തി, അമിതമായ ആഗ്രഹം ഒരിക്കലും പാടില്ല എന്നാണ് കബീർദാസ് ജി ഈ ഒരു ദോഹയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കുന്നതിനും അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തിലേക്ക് എത്തുന്ന സന്യാസികൾക്ക് അല്ലെങ്കിൽ അതിഥികളുടെ വിശപ്പടക്കുന്നതിനുമുള്ള അത്രമാത്രം ധാന്യമോ ധനമോ തന്നാൽ മതിയാകും എന്നാണ് കബീർദാസ് ജി പറയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടായാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് കബീർദാസ് ജി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ധൻ ഹോ യാ ധാന്യ ज़्यादा अधिक होने से कोई फायदा नहीं है. ധനമായിക്കോട്ടെ അല്ലെങ്കിൽ ധാന്യമായിക്കോട്ടെ ഒരുപാട് ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫായ്ദ, ഒരു പ്രയോജനവുമില്ല. ये सब हमें दुख की ओर खींचते हैं. ഒരുപാടായിപ്പോയാൽ അത് നമ്മളെ എന്തിലേക്ക് വലിച്ചു നീട്ടും? ദുഃഖത്തിലേക്കാണ് നമ്മളെ വലിച്ചു നീക്കുക എന്നാണ് കബീർദാസ് ജി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കബീർദാസ് ഈശ്വർ സെ പ്രാർത്ഥന കർത്തേ ഹെ, ഈശ്വർ സെ കബീർദാസ് പ്രാർത്ഥന, കബീർദാസ് ജി ഇതിലൂടെ കബീർദാസ് ജി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തെന്നാണ് പ്രാർത്ഥിക്കുന്നത്? हे ईश्वर, आप मुझे इतना ही दान या धन दीजिए जिससे अपने परिवार आसानी से संभाल करे, साथ ही घर में कोई अतिथि आए या साधु आए तो उसको भी जरा कुछ देना है. बस उतना ही दान या धन मुझे दीजिए. ऐसा ही प्रार्थना कर रही है ईश्वर से कबीरदास जी ने यहाँ. ठीक है, അപ്പോൾ കബീർദാസ് ജി ഇവിടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേ ഈശ്വര, എനിക്ക് താങ്കൾ ഇത്രമാത്രം ധാന്യമോ ധനമോ നൽകിയാൽ മതിയാകും. അതിൽ എൻ്റെ കുടുംബത്തിനെ എനിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കണം. അതോടൊപ്പം എൻ്റെ വിശപ്പും എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന സന്യാസികളുടെ അല്ലെങ്കിൽ അതിഥികളെ സൽക്കരിക്കാനും സാധിക്കണം. അവരുടെ വിശപ്പടക്കാനും എനിക്ക് സാധിക്കണം. അത്രമാത്രം ധനം അല്ലെങ്കിൽ ധാന്യം മാത്രം എനിക്ക് തന്നാൽ മതിയാകും ഈശ്വര എന്നാണ് ഈശ്വരനോട് കബീർദാസ് ജി ഇവിടെ പ്രേ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അതായത് ഇതിലൂടെ കബീർദാസ് ജി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ധാന്യങ്ങളോടോ ധനത്തിലോടോ അമിതമായ ആഗ്രഹം പാടില്ല എന്നാണ് കബീർദാസ് ജി ഇതിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 5 ദോഹകളാണ് നിങ്ങൾക്ക് കബീർദാസ് ജിയുടെ തന്നിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നോക്കാം, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നോക്കി പോകാം. 5 ദോഹകളാണ്, 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദോഹകളാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാം. ബുറാ ജോ ദേഖൻ മേ ചലാ ബുറാ ന മിലിയ കോയി, ജോ ദിൽ ഖോജോ ആപ്ന മുജ്സാ ബുറാ ന കോയി. लघुदा से प्रभुदा मिले, प्रभुदा से प्रभु दूरी, चीटी ले शक्कर चली आती के सिर दूरी. दुख में सुमिरन सब करे, सुख में करे न कोई, जो सुख में सुमिरन करे तो दुख काहे होई. कामी क्रोधी लालची इन ते भक्ति न होई, भक्ति करे कोई सुरमा जादी बरन कुल खोई. साई इतना दीजिए जामे कुडुम्ब समाई, मैं भी भूखा न रहूं साधु न भूखा जाई. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 5 ദോഹകൾ എന്ന് പറയുന്നത്. 5 ദോഹകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 5ൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 5 സന്ദേശങ്ങൾ, 5 മഹത്വമേറിയ സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. 5 ദോഹകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട കേട്ടോ. കാരണം ഇത് കബീർദാസ് ജിയുടെ ദോഹകളാണ്. കബീർദാസ്, സൂർദാസ്, റഹീം, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമാണ് അവരുടെയൊക്കെ സ്ഥാനം ഇതിഹാസത്തിൽ, സാഹിത്യത്തിൽ, ഹിന്ദി സാഹിത്യക ഇതിഹാസിൽ, ആ ഒരു ഇതിഹാസിൽ, ചരിത്രത്തിൽ ഇവരുടെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ഉയരത്തിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ദോഹകൾ, പദ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നു എന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ 5 ദോഹകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഒന്ന് നോക്കണം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ജോ ദിൽ ഖോജോ അപ്നാ മുജ്സാ ബുറാ ന കോയി, കബീറിനെ ऐसा क्यों कहा है? ഈ ജോ ദിൽ ഖോജോ ആപ്ന മുജ്സാ ബുറാ ന കോയി, ആരാണോ സ്വന്തം ഹൃദയത്തിൽ അന്വേഷിക്കുന്നത് അവർക്ക് മനസ്സിലാവും എന്നെക്കാളും മോശമായി മറ്റാരുമില്ല എന്നുള്ളത് എന്ന ആ വരിയിലൂടെ കബീറിനെ ऐसा क्यों कहा है എന്ന ആ വരികൾ കബീർദാസ് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് ആൻസർ ആയിട്ട് ഞാൻ പറയാം, ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. ഓക്കെ, कबीरदास जी कहते हैं कि हर मनुष्य में भलाई और बुराई दोनों होता है, लेकिन वह हमेशा अपनी बुराइयों को छिपाकर दूसरों की बुराइयों को ढूंढता है. वो स्वयं अच्छे दिखाने के लिए दूसरों की बुराइयों को ढूंढता है. दूसरों की बुराइयों को छोड़कर स्वयं पहचानने वाला व्यक्ति ही सच्चे ज्ञानी हो सकता है. यही उद्देश्य से ही कवि कबीरदास जी ने यह कहा गया है. ഒന്നുകൂടി പറയാം. कबीरदास जी कहते हैं कि हर मनुष्य में भलाई और बुराई दोनों होता है, लेकिन वह हमेशा अपने बुराइयों को छिपाकर स्वयं अच्छा दिखाने के लिए दूसरों की बुराइयों को ढूंढता है. दूसरों की बुराइयों को छोड़कर स्वयं पहचानने वाला व्यक्ति ही सच्चे ज्ञानी हो सकता है. കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഫലായി, നന്മയും തിന്മയും 2 ഭാഗങ്ങളും എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലേ. പക്ഷെ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? സ്വന്തം തെറ്റുകളെ, സ്വന്തം കുറവുകളെ മറച്ചു വെച്ചുകൊണ്ട് സ്വയം മഹാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കുറവുകളെ അന്വേഷിച്ചു പോകുന്നു. കബീർദാസ് ജി ഇവിടെ പറയുന്നു, മറ്റുള്ളവരുടെ കുറവുകളെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറവുകളെ അന്വേഷിക്കുന്നതിന് പകരം സ്വയം വിലയിരുത്തുക, സ്വയം തിരിച്ചറിയുക, അങ്ങനെയുള്ള മനുഷ്യനാണ് യഥാർത്ഥമായിട്ടുള്ള അറിവാളി, ജ്ഞാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രബുദ്ധാ കാ മഹത്വ സമझाने के लिए कबीर ने किसका सहारा लिया है? പ്രബുദ്ധാ കാ മഹത്വ സംझाने के लिए, അതായത് വിനമ്രതയുടെ, വിനയശീലതയുടെ മഹത്വം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് കബീർദാസ് ജി എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കബീർദാസ് ജി പ്രബുദ്ധ വിനയശീലതയുടെ മഹത്വത്തിനെ എടുത്തു കാട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തിൻ്റെ ഉദാഹരണത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. കബീർദാസ് ജി कहते हैं कि सादगी से विनम्रता मिलती है, विनम्रता से अहंकार नष्ट होते हैं. इसके समर्थन करने के लिए कबीरदास जी ने चींटी का सहारा लिया है. आगार में सबसे छोटा होकर भी चींटी अपने सिर पर शक्कर लेकर चलता है. उनमें अहंकार नहीं है, वह विनम्रता का प्रतीक है. കബീർദാസ് ജി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാളിത്യത്തിലൂടെയാണ് വിനയശീലത സ്വായത്തമാക്കാൻ സാധിക്കുന്നത്, വിനയശീലമുള്ളവരായി മാറാൻ സാധിക്കുന്നത്. വിനയശീലമുള്ള മനസ്സുകളിൽ അഹങ്കാരഭാവം നഷ്ടമാകുന്നു. അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി കബീർദാസ് ജി ഇവിടെ ഉറുമ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഉറുമ്പിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ആശ്രയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ആകാർ വലിപ്പത്തിൽ വളരെ ചെറിയവനായ ഉറുമ്പ് എന്ത് ചെയ്യുകയാണ്? തൻ്റെ തലയിൽ പഞ്ചസാര ചുമന്ന് പോകുകയാണ്. അവനിൽ അഹങ്കാരമില്ല, അവൻ്റെ ആവശ്യകത മുന്നേറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. അവൻ്റെ ജീവിതം നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള വിനയപൂർവ്വം തൻ്റെ ലളിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തനിക്ക് പറ്റാവുന്ന ഭാരത്തിലേറെയായിട്ടുള്ള പഞ്ചസാരയെ ചുമന്നു കൊണ്ടുപോകുന്ന ഉറുമ്പ് എവിടെ? അഹങ്കാരം അവൻ്റെ മനസ്സിലില്ല. അവനിവിടെ വിനയശീലത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ വിനമ്രതയുടെ പ്രതീകമായിട്ടാണ് ഉറുമ്പിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദുഃഖ് കാഹേ ഹോയി ഇസ്സെ ക്യാ തത്പര്യ ഹേ. ദുഃഖ് കാഹേ ഹോയി, ദുഃഖം എന്തിന് സംഭവിക്കണം, അല്ലെങ്കിൽ ദുഃഖം എങ്ങനെ വരാനാണ്, എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഞാൻ പറയാം. कबीरदास के मद में दुख के अवसर पर हम ईश्वर का स्मरण करते हैं. കബീർദാസിന്റെ മതഭിപ്രായത്തിൽ ദുഃഖത്തിന്റെ അവസരത്തിൽ നമ്മൾ ഈശ്വരനെ സ്മരിക്കുന്നു. ലേക്കിൻ സുഖ് മേ നഹീം കർത്തേ ഹേ, പക്ഷേ സുഖത്തിൽ
സ്മരിക്കുന്നില്ല. യദി ദുഃഖ के अवसर पर भी ईश्वर स्मरण करे तो हमें दुख कैसे होता है. अर्थात हम सदा ईश्वर भजन में, ईश्वर के स्मरण में लीन होकर चले तो हमें दुख कभी नहीं होगा. കബീർദാസ് ജി പറഞ്ഞിരിക്കുന്നു, ദുഃഖത്തിന്റെ അവസരത്തിൽ നമ്മൾ ഈശ്വരനെ എപ്പോഴും സ്മരിക്കുന്നു, പക്ഷേ സുഖത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ സ്മരിക്കാൻ മറന്നുപോകുന്നു, ഈശ്വരനെ സ്മരിക്കാൻ മറന്നുപോകുന്നു. അഥവാ നമ്മൾ ദുഃഖത്തിൽ എന്ന പോലെ സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖം എങ്ങനെ വരാനാണ്? അർത്ഥാത് അതല്ലെങ്കിൽ സദാ ഈശ്വർ സ്മരൺമേ, എപ്പോഴും ഈശ്വരനെ സ്മരിക്കുന്നതിൽ ലീൻ, അതിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ദുഃഖം കടന്നു വരില്ല എന്നാണ് കബീർദാസ് ജി ആ വരിയിലൂടെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ഓക്കെ, ആൻസർ പറയുന്നത് ആവശ്യക്കാർ എഴുതിയെടുക്കുക. ഇത് സിമ്പിളാണ്, നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സച്ചാ ശൂർ കൈസെ ബൻതാ ഹെ, യഥാർത്ഥ ധീരൻ എങ്ങനെയാണ് യഥാർത്ഥ ധീരനായി മാറാൻ സാധിക്കുന്നത്, യഥാർത്ഥ ശൂരനായി മാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ജാതി വർണ്ണ और कुल के परे सभी लोगों के साथ സമഭാവ से വ്യവഹാർ करने वाला സച്ചാ ശൂർ बनता है. ജാതിയും വർണ്ണവും കുലവുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരോടും ഒരേപോലെ ഇടപഴകാനും ഒരേപോലെ പെരുമാറാനും കഴിവുള്ള ഒരു മനുഷ്യനാണ് സത്യസന്ധനായിട്ടുള്ള ധീരൻ അല്ലെങ്കിൽ ശൂരൻ ആകുന്നത്. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിട്ടുള്ളത്. സമാനാർത്ഥി ശബ്ദ ദോഹേ സെ ഢൂണ്ട് ലേ, നമ്മൾ ഓൾറെഡി തന്നെ വേർഡ്സിന്റെ മീനിങ്സ് അതിൽ തന്നിട്ടുണ്ട്, എന്നാലും പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള സമാനാർത്ഥി ശബ്ദ്, ഈ അർത്ഥം വരുന്ന വാക്കുകൾ ഈ ഒരു ദോഹയിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോയി എന്ന് പറഞ്ഞാൽ കോയി, ശൂർ എന്ന് പറഞ്ഞാൽ സുർമ, സംഭാല മത്ലബ് സമായി എന്ന വാക്കാണ് ഈ ദോഹയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സംഭാല എന്ന അർത്ഥം വരുന്നത്. ഢൂണ്ട്ന മത്ലബ് ഖോജോ എന്ന വാക്കാണ് ഢൂണ്ട്ന, അന്വേഷിക്കുക എന്ന് അർത്ഥമാക്കുന്നത് ഈ ഒരു ദോഹയിലുള്ളത്. ദൂലി എന്ന അർത്ഥം വരുന്ന വാക്ക് ദൂരി എന്നാണ്. വർൺ എന്ന അർത്ഥം വരുന്ന വാക്ക് ബരൺ എന്നാണ്. സ്മരൺ എന്നർത്ഥമാക്കുന്ന ദോഹയിലെ വാക്ക് സുമിരൻ എന്നാണ്. ക്യോം എന്നർത്ഥമാക്കുന്നത് കാഹെ എന്നാണ്. മില എന്നർത്ഥമാക്കുന്നത് മിലിയ എന്ന വാക്കാണ്. ഓക്കെ, സമാനാശയ വാല ചരൺ ദോഹേ സെ ചുൻലെ, സമാനമായി ആശയം വരുന്ന തരത്തിലുള്ള, ഇവിടെ കുറച്ച് അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്, ഈ അർത്ഥം വരുന്ന തരത്തിലുള്ള ദോഹയിൽ നിന്ന് ആ ഒരു ചരൺ ഇവിടെ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ദൂസറ കോയി ഭൂക്കാ നരഹേ, മറ്റാരും എന്ത് ചെയ്യാൻ പാടില്ല, വിശന്നിരിക്കാൻ പാടില്ല. അങ്ങനെ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സാധു ന ഭൂക്കാ ജായേ, സാധുവും സന്യാസിയും വിശന്നിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ അതിഥിയും വിശന്നിരിക്കാൻ പാടില്ല എന്ന് ആ ദോഹയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനർത്ഥമായി വരുന്ന ചരണം എന്ന് പറയുന്നത്. ദൂസറ കൊയ് ഭൂക്കാ നരഹേ സാധു ന ഭൂക്കാ ജായേ. സുഖ് മേ കൊയ് സ്മരൺ നഹീ കർത്താ, സുഖ് മേ കരേ ന കോയി, അല്ലേ? ആ പദത്തിലെ ചരണമാണ്. നമ്മുടെ ദോഹയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ദോഹയിലെ ചരണം എന്ന് പറയുന്നത് സുഖമേ കരേന കോയി, സുഖത്തിൽ ആരും സ്മരിക്കുന്നില്ല, അതാണ് ഇവിടെ അർത്ഥമായി പറഞ്ഞിരിക്കുന്നത്. സുഖമേ കോയി സ്മരൺ നഹീ കർത്താ, സുഖത്തിൽ ആരും ഓർക്കുന്നില്ല. ആരെ? ഈശ്വരനെ. മേ ബുറേ ലോഗോം കോ ഢൂണ്ട്നെ നിക്കല, ഞാൻ മോശമായ ആൾക്കാരെ അന്വേഷിച്ചിറങ്ങി എന്നർത്ഥം വരുന്ന ചരൺ ഇതിലേതാണ് എന്നാണ് ചോദിക്കുന്നത്. ബുരേ ദേഖന് മേ ചല, മോശത്തിനെ അന്വേഷിച്ച് ഞാൻ തിരിച്ചു. ഹാത്തി കെ സിർ പർ ധൂലി ഹേ, ആനയുടെ നെറ്റിയിൽ പൊടിയാണ് എന്നുള്ള അർത്ഥം വരുന്ന ദോഹയിലെ ചരൺ ഏതാണെന്ന് ചോദിച്ചാൽ ഹാത്തി കെ സിർ ദൂരി. ഓക്കെ, കാം ക്രോധ और लालच से ഭക്തി नहीं होती है, കാമവും ക്രോധവും അത്യാഗ്രഹവും ഉള്ളിടത്ത് ഭക്തി നിലകൊള്ളുന്നില്ല. ഈ അർത്ഥം വരുന്ന ചരൺ ഏതാണ്? കാം ക്രോധ് ലാലച്ചി ഇൻഡേ ഭക്ത് ന ഹോയി. ഓക്കെ, ഇത് ഇത്രയാണ് അർത്ഥം, ഈ അർത്ഥം വരുന്ന തരത്തിലുള്ള ഈ ദോഹയിലുള്ള ചരണങ്ങൾ എന്ന് പറയുന്നത്. വ്യാഖ്യാ കരേ. സായി ഇത്തന ദീജിയെ ജാമേ കുടുംബ സമായി മേ ഭി ഭൂക്കാ ന രഹൂं സാധു ന ഭൂക്കാ ജായി. സായി ഇത്തന ദീജിയെ ജാമേ കുടുംബ സമായി മേ ഭി ഭൂക്കാ ന രഹൂं और സാധു ഭി ഭൂക്കാ ന രഹേ. ഇതാണ് അതിൽ തന്നേക്കുന്ന
ഒരു ഇത് നിങ്ങൾക്ക് വ്യാഖ്യയായിട്ട് പറഞ്ഞേക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സായി ഇത്നാ ദീജിയെ ജിസ്മേ ജാമേ കുടുംബ സമായി മേ ഭി ഭൂക്കാ ന രഹൂ സാധു ന ഭൂക്കാ ജായി. അതായത് യഹ് നിർഗുണ ഭക്തി, ഞാനിത് വ്യാഖ്യയായിട്ട് തന്നെ പറയാം. അതായത് കവിയുടെ ഇൻട്രൊഡക്ഷൻ പ്ലസ് എക്സ്പ്ലനേഷൻ കൺക്ലൂഷൻ, അങ്ങനെ മൂന്നായിട്ട് തന്നെ തിരിച്ച് പറയാം. നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ കേട്ട് എഴുതുമ്പോഴത്തേക്കും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. കാണുന്നുണ്ടെന്ന് മീൻസ് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കി സ്വയമേ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കൂടുതൽ ഇഫക്റ്റീവാണ്. കാരണം നിങ്ങൾ 11th കുട്ടികളായി, ഹൈസ്കൂളിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിലായി. ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺവേർഡ്സ് എഴുതാൻ പഠിക്കുക. അതാണ് നിങ്ങൾക്ക് അത്രത്തോളം മാർക്ക് കിട്ടാൻ ഉപകാരപ്പെടുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ വ്യാഖ്യ പറയാം. यह निर्गुण भक्ति शाखा के श्रेष्ठ कवि कबीरदास द्वारा लिखित दोहा है. धन संपत्ति के प्रति मनुष्य के मन में हमेशा लालच है. इस पर कबीरदास का विचार इस दोहे में प्रकट हुआ है. फर्स्ट पैराग्राफ. सेकंड, कबीरदास भगवान से प्रार्थना करते हुए कहते हैं कि ईश्वर मुझे इतना ही अन्न दान दीजिए जिससे मेरे परिवार का लालन पालन आसानी से हो जाए और कोई अतिथि आए तो उसका भी आदर सत्कार कर सके. കബീർ ജി ഇസ് ദോഹെ ദ്വാര. ഇത്രയാണ് സെക്കൻഡ് പാരഗ്രാഫ്. അടുത്ത തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കബീർദാസ് ജി ഇസ് ദോഹെ ദ്വാര യഹ് ശിക്ഷ ദേ രഹേ ഹൈ കി മാനവ് കോ कोई भी लोभ नहीं करना चाहिए. जो कुछ हमारे पास है उसमें ही खुश होना चाहिए. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു യഹ് നിർഗുണ ഭക്തിശാഖയുടെ ശ്രേഷ്ഠ കവിയായ കബീർദാസ് ജി എഴുതിയിട്ടുള്ള ഒരു ദോഹയാണ്. ധന സമ്പത്തി ഇതിനെല്ലാം പ്രതി, ഇതിനോടെല്ലാം ഉള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ ഒരു ലാലച്ച്, അത്യാഗ്രഹത്തിനെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കബീർദാസ് ജി പറഞ്ഞിരിക്കുന്ന ദോഹ കബീർ കാ വിചാർ ഇസ് ദോഹേമേം പ്രകട് ഹുവാ ഹെ. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയം ഈ ദോഹയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ് പാരഗ്രാഫ്, കബീർദാസ് ഭഗവാൻ സെ പ്രാർത്ഥന കർത്തേ ഹുവേ कहते हैं कि കബീർദാസ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുകയാണ് പറയുന്നത്, ഹേ ഈശ്വര എനിക്ക് അന്നവും ധനവും ഇത്രമാത്രം തന്നാൽ മതി. അതിൽ എൻ്റെ പരിവാർ, എൻ്റെ കുടുംബത്തിനെ എനിക്ക് പരിപാലിച്ചു പോകാനുള്ള തരത്തിലും ആസാനി, വളരെ ഈസി ആയിട്ട് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലും എൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവരെ സത്കരിക്കുന്ന, അതായത് അവരെ സത്കാരം, അവരെ എന്താ പറയുക, അവരെ സൽക്കരിക്കുക, അത്തരത്തിലുമുള്ള അത്ര ധാന്യമോ ധനമോ എനിക്ക് നൽകിയാൽ മതിയാകും എന്നാണ് കബീർദാസ് ജി ഈ ദോഹയിലൂടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫ്, കബീർ ജി ഇസ് ദോഹേ ദ്വാര യഹ് ശിക്ഷ ദേ രഹേ. കബീർദാസ് ഈ ഒരു ദോഹയിലൂടെ ഈ ഒരു പാഠമാണ് നമ്മളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് അഹങ്കാരം, അത്യാഗ്രഹത്തിൽ ലോഭ് നഹി കർണ ചാഹിയെ. ഇത്തരത്തിലുള്ള അത്യാഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ജോ കുച്ച് ഹമാരാ പാസ് ഹെ, എത്രത്തോളമാണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നമ്മൾ തൃപ്തരായി ജീവിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ ദോഹയിലൂടെ കബീർദാസ് ജി നൽകുന്നത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വ്യാഖ്യ എഴുതുക. അത് ഇനിയിപ്പോൾ ഇതിൽ ഏത് വ്യാഖ്യ ചോദിച്ചാലും, ഇത് ഞാൻ കബീർദാസ് ജിയെ കുറിച്ച് ഒരുപാട് മെൻഷൻ ചെയ്തില്ല. യഹ് നിർഗുണ ഭക്തി ശാഖാക്കെ ശ്രേഷ്ഠ കവി കബീർദാസ് ജി ദ്വാര ലിഖിത് ദോഹാ ഹെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന 1-2 സെൻറ്റൻസ് കബീർദാസ് ജിയെ കുറിച്ച് അതിന് മുന്നേ ആയിട്ട് ചേർക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ വ്യാഖ്യ ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത്. ഈ തത്വ കിൻ കിൻ ദോഹോ സെ സംബന്ധിത ഹെ. ഈ തത്വങ്ങൾ ഏത് ദോഹകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇതിൽ 5 തത്വങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ 5 ദോഹകളാണ് പഠിക്കാനുള്ളത്. ഈ 5 ദോഹയിലും ഉൾക്കൊണ്ടിട്ടുള്ള തത്വങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ശരിയായ ദോഹകൾ എടുത്തെഴുതുക, അത്രയേ ഉള്ളൂ. അഹം ദൂർ ഹോനെ സെ മഹത്വ ബഡ്താ ഹെ. അഹങ്കാരം ദൂരെ മാറി നിൽക്കുന്നതോടൊപ്പം മഹത്വം വർദ്ധിക്കുന്നു എന്നുദ്ദേശിക്കുന്ന ആ ഒരു ദോഹ ഏതാണ്? ലഘുദാസെ പ്രഭുദാമിലെ പ്രഭുദാസെ പ്രഭു ദൂരി ചീട്ടിയിലെ ശക്കർ ചലി ഹാത്തി കേസർ ദൂരി. രണ്ടാമത്തത് സുഖ അവർ ദുഃഖമേ സ്മരൺ കർണ ഹെ. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സ്മരിക്കണം എന്നുള്ള തത്വം നമുക്ക് നൽകുന്നത് ഏത് ദോഹയാണ്? ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേ കരേ ന കോയി ജോ സുഖമേ സുമിരൻ കരേ തോ ദുഃഖ കാഹേ ഹോയി. മൂന്നാമത്തത് അപ്നെ കോ പഹചാനനെ വാല സച്ചാ ജ്ഞാനി ഹെ.
സ്വയം തിരിച്ചറിയുന്ന മനുഷ്യനാണ് സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ സത്യത്തിലുള്ള അറിവാളി, തിരിച്ചറിയുന്നവനാണ് സത്യത്തിലുള്ള ജ്ഞാനി എന്ന് അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ എന്ന തത്വം വ്യക്തമാക്കുന്ന ദോഹ ഏതാണ്? ബുരാ ദേഖൻ മേ ചല ബുരാ ന മിലിയ കോയി ജോ ദിൽ ഖോജോ ആപ്ന മുജ്സാ ബുരാ ന കോയി ജീവൻ കി ശാന്തി സാദഗി മേ ഹൈ. ജീവൻ കി ശാന്തി എന്ന് പറയുന്നത് വിനയശീലതയിലാണ് അല്ലെങ്കിൽ വിനമ്രതയിലാണ് ജീവിതത്തിലെ ശാന്തി നിലകൊള്ളുന്നത് എന്ന് അർത്ഥമാക്കുന്ന തത്വം വരുന്ന നമ്മുടെ ദോഹ ഏതാണ്? ലഘുദാസേ പ്രഭുദാ മിലേ പ്രഭുദാസേ പ്രഭുദൂരി ചീറ്റിയിലെ ശക്കർ ചലി ഹാത്തി കെ സിർ ദൂരി. അടുത്തതെന്ന് പറയുന്നത് സമഭാവ് ശൂർ കാ ലക്ഷൺ ഹെ. സമഭാവ് അതായത് ഒരുപോലെ കാണുക എന്നുള്ളത് ഒരു ധീരന്റെ ലക്ഷണമാണ്. അതേത് ദോഹയാണ് നമ്മളെ അങ്ങനെ ഒരു തത്വം പറഞ്ഞു തരുന്നത്? കാം ക്രോധ് ലാൽച്ചി ഇൻതേ ഭക്തി ന ഹോയി ഭക്തി കരേ കോയി സുരമ ജാതി ഭരണ കുലുക് ഹോയി. ഓക്കെ, ഇത് ഇത്രയാണ് ഇത്തരത്തിലുള്ള തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ദോഹകൾ നമ്മുടെ ദോഹയിൽ നിന്ന് എടുത്ത് എഴുതുക എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ജോ സുഖമേ സുമിരൻ കരേ തോ ദുഃഖ് കാഹേ ഹോയി അപ്ന വിചാർ പ്രകട് കീജിയെ. ഇങ്ങനെ ഒരു ദോഹയില് ഒരു ചരണാണ്. ജോ സുഖമേ സുമിരൻ കരേ, സുഖത്തിലും സ്മരിക്കുന്നവൻ, ഈശ്വരനെ സ്മരിക്കുന്ന ആളുടെ ജീവിതത്തിലേക്ക് ദുഃഖം എങ്ങനെ വരാനാണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആശയം, ഇതിനെക്കുറിച്ചുള്ള ആശയം വ്യക്തമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം. ജോ സുഖമേ സുമിരൻ കരേ, ആരാണോ സുഖത്തിലും സുമിരൻ സ്മരിക്കുന്നത് അവന്റെ ജീവിതത്തിലേക്ക് ദുഃഖം എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് അപ്നി വിചാർ പ്രകട് കരേ എന്ന് പറയുമ്പോഴും നമ്മൾ കബീർദാസ്ജിയെ കുറിച്ച് 1-2 സെന്റൻസ് എഴുതേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ പറയാം. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ആദ്യം എഴുതിയ ആ ഒരു ദോഹയിൽ നമുക്കിത് ഉൾപ്പെടുത്താം. കബീർദാസ് की प्रस्तुत पंक्ति एक बड़े तत्व की ओर हमें खींचता है. लोगों में एक आदत है कि अपने जीवन में कष्टता आने पर या जीवन में दुख झेलने पर मंदिर मस्जिद जाते हैं और खूब ईश्वर की प्रार्थना करते हैं, लेकिन सुख के अवसर पर ये लोग ईश्वर के बारे में नहीं सोचता है. ऐसे लोगों के चेतावनी देते हुए कबीरदास जी पूछते हैं कि यदि सुख में भी ईश्वर का स्मरण करे तो दुख कैसे हो सकते हैं. अर्थात सुख के अवसर पर भी ईश्वर का स्मरण दुख के जैसे ही करना चाहिए, तभी जीवन में दुख नहीं होगा എന്നാണ് ഈ ഒരു ആശയം, ഈ ഒരു പങ്ക്തിയിലൂടെ കബീർദാസ് ജി ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതായത് കബീർദാസ് ജി ഈ പ്രസ്തുത പങ്ക്തിയിലെ തത്വം എന്ന് പറയുന്നത് നമ്മളെ അതായത് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ തത്വം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ഒരു ആദത്ത്, ഒരു ശീലമാണ് ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ മാത്രം ഈശ്വരനെ വിളിക്കുക എന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ സുഖങ്ങൾ വരുമ്പോൾ ഈശ്വരനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ വരുമ്പോൾ മന്ദിർ, മസ്ജിദ്, പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചിലുമൊക്കെ ഓടി നടന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു അല്ലേ. പക്ഷേ സുഖത്തിൻ്റെ അവസരങ്ങളിൽ അവർ എന്തു ചെയ്യുന്നു? മടിച്ച് സ്വന്തം സുഖങ്ങളിൽ അതിൽ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ ഈശ്വരനെ സ്മരിക്കാൻ അവർ മറന്നുപോകുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കബീർദാസ് ജി ചോദിക്കുകയാണ്, ഏതൊരു മനുഷ്യനാണോ അവൻ്റെ ദുഃഖത്തിൽ എന്ന പോലെ തന്നെ സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുന്നത്, അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ദുഃഖം കടന്നു വരിക എന്ന് വെച്ചാൽ ഈശ്വരനെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ദുഃഖം ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു തത്വമാണ് ഈ ഒരു പങ്ക്തിയിലൂടെ കബീർദാസ് ജി ഉദ്ദേശിക്കുന്നത്. ओके, कबीरदास की रचनाएं कालजयी एवं प्रासंगिक हैं. इस विचार से जुड़े दोहों का संकलन करके प्रस्तुत करें. ഇത് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യാവുന്ന തരത്തിലാണ്. ദാറ്റ് മീൻസ് കബീർദാസ് की രചനായും കാൽജയി ഏവം പ്രാസംഗിക, പ്രാസംഗികവും കാൽജയിയുമായിട്ടുള്ള രചനകളാണ് കബീർദാസ് ജി രചിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ദോഹകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദോഹകളുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ തയ്യാറാക്കി റെഡിയാക്കി
പ്രസ്തുതീകരിക്കാനാണ് പറഞ്ഞത്. അതായത് തയ്യാറാക്കി റെഡിയാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കബീർദാസ് ജിയുടെ ഒരുപാട് ദോഹകളുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധു ഐസാ ചാഹിയെ ജൈസാ സുഭായി സാർ സാർ കോ ഗാഹി രഹേ തോഥാ ദേയി ഉഠായി എന്ന് പറഞ്ഞാൽ संसार में ऐसे सज्जनों की ज़रूरत है जैसे अनाज साफ करने वाला सूप होता है जो सार्थक को बचा लेंगे और निरर्थक को उड़ा देंगे. ഇത്തരത്തിൽ എന്താ പറയണേ, ഇത്തരത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ദോഹകളുണ്ട്. കാലിജിയും പ്രാസംഗികവുമായിട്ടുള്ള ദോഹകളുണ്ട്. അതിൻ്റെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് സ്വയം കണ്ടെത്താൻ ശ്രമിക്കൂ, അതാണ് ബെറ്റർ. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ദോഹകളുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയാൻ പറ്റും, ഇപ്പോൾ കാൽ കരേ സോ ആജ് കരേ സോ അബ് പൽമേ പർ ലയ ഹോയേഗി ബഹുരി കരോഗെ കബ്, അല്ലെങ്കിൽ ജാതി ന പൂച്ചോ സാധു की पूछ लीजिए ज्ञान मोल करो तलवार का पड़े रहन दो म्यान, അല്ലെങ്കിൽ ऐसी बानी बोलिए मन का आबा खोई औरन को शीतल करे आपहु शीतल हुई. ഇത്തരത്തിൽ ഒരുപാട് ദോഹകളുണ്ട് കബീർദാസ് ജിയുടെ. ഓക്കെ, അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കൂ കബീർദാസ് ജിയുടെ. അപ്പോൾ പിന്നെ കബീർ കെ ദോഹോങ്ക ആലാപ് കരെ, കബീർദാസ് ജിയുടെ ആ ദോഹകളെ എന്താ പറയുക, ആലപിക്കാൻ ശ്രമിക്കുക, ഒരു ഈണത്തിൽ ചൊല്ലാൻ ശ്രമിക്കുക എന്നാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു കബീർ കെ ദോഹെ ഈ ഒരു ചാപ്റ്ററിലെ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ, ദോഹകളുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എളുപ്പമാണ്. കുറച്ച് നമുക്ക് വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇത്തിരി തോന്നുകയാണെങ്കിൽ ഇതൊരു 2-3 തവണ നമ്മളൊന്ന് നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. എളുപ്പമുള്ള രീതിയിലാണ് തത്വങ്ങൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ കബീർദാസ് ജി ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകുക നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മറ്റു കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഇത് ഉപകാരപ്പെടുന്ന മറ്റു കുട്ടികളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.